പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ബർത്തിമേയൂസിന് കാഴ്ച നൽകുന്നു. മാർക്കോസ് അധ്യായം 10, 46 മുതലുള്ള വാക്യങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. വചനമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തുതി. അപ്പോൾ കർത്താവ് അകലെ നിന്ന് വരുന്നുണ്ടെന്ന് കേട്ട് ആ അന്ധയാചകൻ ഉച്ചത്തിൽ വിളിക്കുകയാണ്, കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ. അപ്പോൾ പലരും അവനോട് പറയുന്നു, മിണ്ടാതിരി എന്ന് അവനോട് പറയുന്നു. പക്ഷെ അവനത് കേൾക്കുന്നില്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവൻ്റെ വിളി കേൾക്കുന്നു. കർത്താവ് അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? അവൻ പറയുന്നു, എനിക്ക് വീണ്ടും കാഴ്ച നൽകണമേ. ഉടനെ കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തുന്നു. അപ്പോൾ ഒരാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്ന് കിട്ടും. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് വിശ്വാസത്തോടെ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. പക്ഷെ നമ്മൾ അപ്രകാരം കർത്താവിനെ വിളിക്കുമ്പോൾ ഈ സൊസൈറ്റിയിലുള്ള പലരും നമ്മളോട് പറയും, ഇതൊക്കെ വെറുതെ ഫേക്കാണ്, വെറുതെ കർത്താവ്, അതൊക്കെ വെറുതെ കഥകളാണ് എന്നൊക്കെ പലരും. രോഗശാന്തി എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ് എന്നൊക്കെ പലരും പറയും. കാരണം അതിനൊന്നും, ഈ അത്ഭുതമെന്ന് പറയുമ്പോൾ അതിന് പിന്നെ ലോജിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ അത്ഭുതമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ അത്ഭുത പ്രവൃത്തികളുടെയും അവസാനം കർത്താവ് പറയുന്ന വാക്ക്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായി വിശ്വസിച്ച് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. എൻ്റെ ജീവിതത്തിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ നല്ലത് എന്ത് ചോദിച്ചിട്ടാണ് ഞാൻ നിനക്ക് നൽകാഞ്ഞത്? അപ്പം ശരിക്കും ആലോചിച്ച് കഴിയുമ്പോൾ ഒരുവിധമെല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളതെല്ലാം കർത്താവ് നൽകിയിരിക്കുന്നു. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും
ബാധകമാണ്. പക്ഷേ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള വിശ്വാസവും എളിമയും ധൈര്യവും, അതുപോലെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാനുള്ള തീവ്രമായ കർത്താവിലുള്ള വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് കർത്താവിൻ്റെ സമയത്ത്, കർത്താവിൻ്റെ രീതിയിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ജീവിത ഭാരങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. നമ്മുടെ അബ്ബാ പിതാവ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇവിടെ അന്ധൻ എന്ന് പറയുമ്പോൾ കണ്ണിന് കാഴ്ച പോയ ആൾ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അന്ധരാക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ എത്ര മരിപ്പിനൊക്കെ പോയാലും നമ്മുടെ ഒരു ചിന്ത ഇതൊക്കെ മറ്റുള്ളവർക്ക് മാത്രമുള്ള കാര്യങ്ങളാണ്, ഞാൻ അനശ്വരമായി ജീവിക്കും എന്നുള്ള ചിന്തയൊക്കെ ഒരുവിധം എല്ലാ മനുഷ്യരെയും പിടികൂടുന്നു. അവരുടെ ബ്ലൈൻഡ്നെസ്, ഇപ്രകാരമുള്ള ആ ബ്ലൈൻഡ്നെസ്, ആ അന്ധത നമ്മിൽ നിന്ന് എടുത്തു കളയട്ടെ. കാരണം അപ്രകാരമുള്ള അന്ധത മൂലം നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയാതെ അഹംഭാവത്തിൽ നമ്മൾ അനശ്വരരാണെന്ന് നടിച്ച് ഈ നശ്വരരായ മനുഷ്യർ മുഴുവൻ ജീവിക്കുന്നു. അത് ഒരു കൺകെട്ടാണ്, അതൊരു അന്ധതയാണ്. അതുപോലെ പലരും ധനമോഹത്താൽ അന്ധത ബാധിച്ചവരാണ്, അല്ലെങ്കിൽ പോർണോഗ്രഫി അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് അന്ധത ബാധിച്ചവർ, മയക്കുമരുന്ന്, മദിരാശി ഇവ മൂലം അന്ധത ബാധിച്ചവർ, അധികാരത്തിനോടുള്ള ആർത്തി മൂലം അന്ധത ബാധിച്ചവർ, വിജ്ഞാനത്തോടുള്ള ആർത്തി മൂലം അന്ധത ബാധിച്ചവർ. അപ്പോൾ പല രീതിയിലാണ് മനുഷ്യർക്ക് അന്ധത ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്ക് വെളിച്ചമേകും. അവൻ നമുക്ക് നടക്കേണ്ട പാത കാണിച്ച് തരും. ഈ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ചോദിക്കുന്നവന് നൽകപ്പെടും, മുട്ടുന്നവന് തുറന്ന് കിട്ടും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.